ഒരു ജോബ് ഇന്റർവ്യൂവിന് വേണ്ടി രണ്ട് കാൻഡിഡേറ്റ്സ്, രണ്ടു പേർക്കും സെയിം ഡിഗ്രി, സെയിം ടെക്നിക്കൽ സ്കിൽസ്. പക്ഷെ ഒരാൾ വളരെ കോൺഫിഡന്റ് ആയി ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിലേക്ക് പോവാണ്. ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു, ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു, വളരെ ശ്രദ്ധാപൂർവം ചോദ്യങ്ങൾ കേട്ട് അതിന് കോൺഫിഡന്റ് ആയിട്ട് മറുപടി കൊടുക്കാണ്. അങ്ങനെ ഇന്റർവ്യൂവറുമായിട്ട് ഒരു നല്ല റാപ്പ് ക്രിയേറ്റ് ചെയ്തു. എന്നാൽ അടുത്ത ആളോ ടെൻഷൻ അടിച്ച് ഐഡിയാസ് ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ ഇന്റർവ്യൂയുടെ മുഖത്തേക്ക് പോലും നോക്കാൻ പറ്റുന്നില്ല. ആർക്കായിരിക്കും ജോലി കിട്ടുക? ആദ്യത്തെ ആൾക്കല്ലേ. എന്തുകൊണ്ടായിരിക്കും? രണ്ടുപേർക്കും ഒരേ ക്വാളിഫിക്കേഷൻ അല്ലേ. പക്ഷേ പ്രശ്നം വന്നത് സോഫ്റ്റ് സ്കിൽസിലാണ്. സോ വാട്ട് ആർ സോഫ്റ്റ് സ്കിൽസ്? സോഫ്റ്റ് സ്കിൽസ് എന്നത് നമുക്ക് എത്ര അറിവുണ്ടെന്നുള്ളതൊന്നല്ല, എങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, എങ്ങനെ നമ്മൾ മറ്റാളുകളുമായി മിങ്കിൾ ചെയ്യുന്നു, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെ പെരുമാറുന്നു, മറ്റുള്ളവരെ കേൾക്കാനും മനസ്സിലാക്കാനും അവരെ നയിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രവർത്തിക്കാനുമുള്ള കഴിവൊക്കെയാണ് സോഫ്റ്റ് സ്കിൽസ്. നമ്മൾ എവിടെയായാലും ഏത് ജോലി ചെയ്താലും ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും സോഫ്റ്റ് സ്കിൽസ് അത്യാവശ്യമാണ്. എന്തുകൊണ്ട് സോഫ്റ്റ് സ്കിൽസ്, പ്രത്യേകിച്ച് ഇമോഷണൽ ഇന്റലിജൻസ്, ഇത്ര ഇമ്പോർട്ടന്റ് ആകുന്നേ? ലോകം മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. കമ്പനികൾ ഇനി ഡിഗ്രിയും ടെക്നിക്കൽ സ്കിൽസും മാത്രം നോക്കിയിരിക്കുകയൊന്നുമില്ല. അവർക്ക് ആവശ്യം ഡിഗ്രിയും ടെക്നിക്കൽ സ്കിൽസിനും ഒപ്പം പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ പുതിയ സാഹചര്യങ്ങളോട് എളുപ്പം പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്ന, ഒരു ടീമില് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന നല്ല ജോലിക്കാരെയാണ്. എന്നാൽ സോഫ്റ്റ് സ്കിൽസ് ജോലിക്ക് വേണ്ടി മാത്രമാണോ വേണ്ടത്? റിലേഷൻഷിപ്സിന്റെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു നോക്കിയേ. ഫ്രണ്ട്സ്, ഫാമിലി, കൊളീഗ്സ്, ഇവരെയൊക്കെ കേൾക്കാനും റെസ്പോണ്ട് ചെയ്യാനും, പ്രശ്നങ്ങൾ വരുമ്പോൾ അതൊക്കെ പക്വതയോടെ പരിഹരിക്കാനും ഒക്കെ എല്ലാത്തിനും ഇതിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് സോഫ്റ്റ് സ്കിൽസ് ആണ്. സോഫ്റ്റ് സ്കിൽസ് എല്ലായിടത്തും അത്യാവശ്യം. ഇൻ എവറി പ്രൊഫഷൻ ആൻഡ് ഇൻ എവറി വർക്ക് ഓഫ് ലൈഫ്. ഒരു സ്റ്റുഡന്റിന് തന്റെ ആശയങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഡോക്ടർക്ക് ടെൻഷൻ ആയിരിക്കുന്ന തന്റെ പേഷ്യന്റിനെ സമാധാനിപ്പിക്കാൻ, ഒരു സെയിൽസ്മാന് തന്റെ കസ്റ്റമറെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ, ഒരു ലീഡർക്ക് ജനങ്ങളെ ഇൻസ്പയർ ചെയ്യാൻ, ഏതൊരു റിലേഷൻഷിപ്പിലും പരസ്പരം മനസ്സിലാക്കാനും അത് സ്ട്രോങ് ആയി കൊണ്ടുപോകാനും, അങ്ങനെ എല്ലാത്തിനും സോഫ്റ്റ് സ്കിൽസ് വേണമല്ലേ. അതുകൊണ്ടാണ് സോഫ്റ്റ് സ്കിൽസ് കാലഘട്ടത്തിന്റെ ആവശ്യമായി മാറുന്നത്. They can transform careers, relationships and lives. And the best part, they can be learned. വിസ്ഡം വിസാർട്സില് പ്രൊഫഷണൽസിനെ ആക്കാൻ മാത്രമുള്ള ട്രെയിനിങ് അല്ല നടക്കുന്നത്. കോൺഫിഡന്റ് ആയിട്ടുള്ള, ഇമോഷണലി ഇന്റലിജന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ ട്രെയിൻ ചെയ്യാനും സോഫ്റ്റ് സ്കിൽസ് ട്രെയിനിങ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇഫ് യു മാസ്റ്റർ സോഫ്റ്റ് സ്കിൽസ്, ദെൻ യു മാസ്റ്റർ ലൈഫ്. സോ ട്രെയിനിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.